എടാ, ഈ കല്യാണം എങ്ങനെയും മുടക്കണം. അമ്മ ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എടാ നിനക്ക് എന്താടാ, അയാൾക്ക് നമ്മളെ മനസ്സിലായിട്ട് പോലും ഇല്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞ്. എടാ നമ്മളെപ്പോലുള്ള ആളുകളെ പുള്ളി സ്ഥിരമായിട്ട് കാണുന്നതാ. പോരാത്ത അന്ന് നീ മാസ്കും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ? ഏത് നേരത്താണോ നിന്റെ കോണത്തിലെ വാക്കും കേട്ട് പോവാൻ തോന്നി? എനിക്കറിയായിരുന്നു ഇതിങ്ങനെ വരുള്ളതെന്ന്. അവിടെ ഞാനിരുന്ന് അനുഭവിച്ച ടെൻഷന് കൈയും കണക്കൂല്ലായിരുന്നു. പുള്ളിക്കെങ്ങാനും നമ്മളെ മനസ്സിലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അമ്മയെങ്ങാനും അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എടാ നീ ടെൻഷൻ അടിക്കണ്ട, അത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഇപ്പത്. എന്തോന്ന്? എന്നിട്ട് നീ അവിടെ ഇരുന്ന് വേർക്കണ്ടായിരുന്നല്ലോ. എടാ പുള്ളീനെ അങ്ങനെ പെട്ടെന്ന് കാണുമ്പോ ആരാണേലും ടെൻഷൻ അടിച്ച് പോവില്ലേ? അത്രേ ഉള്ളൂ. എടാ പിന്നെ പുള്ളിയായിട്ട് ഇത് ആരോടും പറയാനും പോണില്ല. അവിടെ പുള്ളി മാന്യനാ. പിന്നെ പുള്ളിയായിട്ട് ഇങ്ങനെ ഒരു നാറിയ പരിപാടി കാണിക്കുന്നുണ്ട് എന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാരും അറിയാണ്ടിരിക്കേണ്ടത് പുള്ളീന്റെ കൂടെ ആവശ്യമാ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. വേണ്ടടാ, അത് ശരിയാവില്ല. കുറ്റബോധം കൊണ്ട് ഒരിക്കലും സമാധാനം കിട്ടില്ല. അത് പോട്ടെ, വിധിച്ചിട്ടില്ല എന്ന് കരുതിയത്. എന്നാലും ഇപ്പൊ ആ നാൻസി എവിടെ ആയിരിക്കും ഉള്ളേ? ആവോ, പറയാണ്ട് പോയതല്ലേ. എന്നാലും എന്തായിരുന്നു അന്ന്? ഞാനൊന്നും പറയണില്ല. വീഴുന്ന മലർവാക നിറമുള്ള കനവാണ് നീ.